ലഹരി കേസ് പ്രതികളിൽ നിന്ന് പണപ്പിരിവ് നടത്തി 3 എക്സൈസ് ഉദ്യോഗസ്ഥർക്ക് സസ്പെൻഷൻ. എറണാകുളം പെരുമ്പാവൂർ എക്സൈസ് റേഞ്ച് ഓഫീസിലെ ഉദ്യോഗസ്ഥർക്കാണ് സസ്പെൻഷൻ ലഭിച്ചത്. കോടതിയിൽ അടയ്ക്കാനെന്ന വ്യാജേന 10,000 രൂപ ആവശ്യപ്പെട്ടുവെന്ന ഇതര സംസ്ഥാന തൊഴിലാളിയുടെ പരാതിയിലാണ് നടപടി. നിതിൻ അംബുജൻ കൊച്ചിയിൽ നിന്ന് വിവരങ്ങളുമായി. നിതിൻ, എന്തിനാണ് ഈ പണപ്പിരിവ്? എന്തൊക്കെയാണ് ഈ സംഭവവുമായി ബന്ധപ്പെട്ട് നമുക്ക് ലഭിക്കുന്ന വിവരങ്ങൾ? സുഹൈൽ, ലഹരി കേസിലെ പ്രതികളിൽ നിന്ന് കോടതിയിൽ അടയ്ക്കാനെന്ന വ്യാജേനയാണ് പണപ്പിരിവ് നടത്തിയത്. ഈ ഒരു കേസിലാണ് 3 എക്സൈസ് ഉദ്യോഗസ്ഥർക്ക് സസ്പെൻഷൻ ഇപ്പോൾ നേരിട്ടിരിക്കുന്നത്. പെരുമ്പാവൂർ എക്സൈസ് റേഞ്ച് ഓഫീസർ ഇൻസ്പെക്ടർ കെ വിനോദ്, പ്രിവന്റീവ് ഓഫീസർ ജസ്റ്റിൻ ചർച്ചിൽ, സിവിൽ എക്സൈസ് ഓഫീസർ പി വി ശിവൻ എന്നിവർക്കെതിരെയാണ് ഇപ്പോൾ നടപടി സ്വീകരിച്ചിരിക്കുന്നത്. ഇതര സംസ്ഥാന തൊഴിലാളിയിൽ നിന്ന് കഞ്ചാവ് കണ്ടെത്തിയ കേസിൽ കോടതിയിൽ അടയ്ക്കാനെന്ന വ്യാജേനയാണ് ഇവർ 10,000 രൂപ ആവശ്യപ്പെട്ടത്. ഇതിൽ ഇതര സംസ്ഥാന തൊഴിലാളിയുടെ തൊഴിലുടമായി സംബന്ധിച്ച് വിജിലൻസിൽ നേരത്തെ പരാതി നൽകിയിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിൽ വിജിലൻസിൽ അന്വേഷണം നടത്തി. അന്വേഷണ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ എക്സൈസ് ഇപ്പോൾ ഇവർക്കെതിരെ നടപടിയെടുത്തിട്ടുള്ളത്. മുൻപും സമാനമായ ആരോപണം ഈ ഉദ്യോഗസ്ഥർക്കെതിരെ ഉയർന്നിരുന്നു. അതോടൊപ്പം തന്നെ മുൻപ് ഉയർന്ന ആരോപണത്തിലെ ആളുടെ മൊഴിയും വിജിലൻസ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് കൃത്യവിലോപം, അച്ചടക്ക ലംഘനം, അതോടൊപ്പം തന്നെ ഔദ്യോഗിക കൃത്യനിർവഹണത്തിലെ വീഴ്ച ഇവ കണ്ടെത്തിയതിനെ തുടർന്നാണ് ഇപ്പോൾ നടപടി സ്വീകരിച്ചിരിക്കുന്നത്. എന്തായാലും 3 എക്സൈസ് ഉദ്യോഗസ്ഥർക്കാണ്, പെരുമ്പാവൂർ റേഞ്ചിലെ എക്സൈസ് ഉദ്യോഗസ്ഥർക്കാണ് ഇപ്പോൾ സസ്പെൻഷൻ നൽകിയിരിക്കുന്നത്. എന്തായാലും നല്ല സ്ട്രാറ്റജിയാണ്. എക്സൈസ് ഉദ്യോഗസ്ഥർ തന്നെ ലഹരി വേട്ടയുമായി ബന്ധപ്പെട്ട് ഇതര സംസ്ഥാന തൊഴിലാളികളെ പിടികൂടും. പിന്നീട് ഇവരെ കോടതിയിൽ ഹാജരാക്കാൻ ഈ പറയുന്ന പ്രതികളിൽ നിന്ന് 10,000 രൂപ വെച്ച് പണപ്പിരിവ് നടത്തും. എന്നിട്ട് കോടതിയിൽ ഹാജരാക്കുമെന്ന് തെറ്റിദ്ധരിപ്പിക്കും. അങ്ങനെ പണം ഉണ്ടാക്കും. എന്തായാലും 3 എക്സൈസ് ഉദ്യോഗസ്ഥരെ സസ്പെൻഡ് ചെയ്തിട്ടുണ്ട്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.